ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ നമ്മുടെ 5ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് എന്നിവ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഏതാണ് 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. ബാക്കി കാണുന്ന ഒരു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? കരഭാഗം എന്ന് പറയുന്നത്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം നമ്മുടെ സമുദ്രങ്ങളൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, പക്ഷേ ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രങ്ങളെല്ലാം 5 സമുദ്രങ്ങളാണ് നമുക്കുള്ളത്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. അപ്പോൾ നമ്മുടെ സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കരഭാഗം എന്ന് പറയുന്നത്. സമുദ്രങ്ങൾ പോലെ കരഭാഗം തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല, അല്ലേ? അപ്പോൾ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് അല്ല സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കരയുടെ കഷണങ്ങൾ എന്നാണ് വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം എന്ന വാക്കിനർത്ഥം. അപ്പോൾ വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ എന്തെന്ന് നമ്മൾ പറയുന്നു? ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. അപ്പോൾ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വൻകര എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, അതുപോലെ എന്താണ് വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? വിശാലമായ പർവ്വതങ്ങളുണ്ട്, അതുപോലെ സമതലങ്ങളുണ്ട്, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ തുടങ്ങിയ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നൽകിയിട്ടുള്ള ഭൂപടം ചിത്രം 6.1 നിരീക്ഷിച്ച് ഒരു ഗ്ലോബ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവ നിരീക്ഷിച്ച് വിവിധ ഭൂഖണ്ഡങ്ങൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ചിത്രം 6.1 പോകാം. ഇവിടെയാണ് 6.1. അപ്പോൾ ചിത്രത്തിൽ ഇവിടെ എന്താണ്? ഭൂഖണ്ഡങ്ങളും സമുദ്രവും തന്നിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് എത്ര ഭൂഖണ്ഡങ്ങളാണുള്ളത്? 7 ഭൂഖണ്ഡങ്ങൾ, 7 വൻകരകളാണ് ഉള്ളത്. അപ്പോൾ കരയുടെ കഷ്ണങ്ങൾ എന്നറിയപ്പെടുന്ന എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഭൂഖണ്ഡങ്ങൾ? വൻകരകൾ. എത്ര എണ്ണമുണ്ട്? 7 എണ്ണമുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമുക്കറിയാം, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഏഷ്യ. 1 ഏഷ്യ, 2 ആഫ്രിക്ക. ഇനി മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് വടക്കേ അമേരിക്ക. നാലാമത്തത് തെക്കേ അമേരിക്ക. അതുപോലെ അഞ്ചാമത്തേത് ഏതാണ്? അഞ്ചാമത്തത് നമ്മുടെ അന്റാർട്ടിക്ക. 6 ഏതാണ്? യൂറോപ്പ്. 7ാമത്തതാണ് ഏത്? ഓസ്ട്രേലിയ. അപ്പോൾ ഇതാണ് നമ്മുടെ 7 എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. 7 ഭൂഖണ്ഡങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഏതാണ് അവസാനത്തത്? ഓസ്ട്രേലിയ. അപ്പോൾ ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങൾ, വൻകരകൾ ആണ് നമുക്കുള്ളത്.
ഇനി സമുദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ സമുദ്രങ്ങളെ നമുക്ക് പെട്ടെന്ന് പറയാൻ എന്താണ്? പസഫിക് സമുദ്രം. പസഫിക്കിൻ്റെ പി നമ്മളെടുത്തു. രണ്ടാമത്തേത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രം. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് അറ്റ്ലാന്റിക് സമുദ്രം. രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രം. ഇനി മൂന്നാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഐ നമ്മളെടുത്തു. ഇനി എന്താണ്? ഇനി ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടില്ല. അത് ഏതാണ്? നമ്മുടെ സതേൺ ഓഷൻ അല്ലെങ്കിൽ എന്താണ്? സതേൺ ഓഷൻ അല്ലെങ്കിൽ നമ്മളതിനെ ദക്ഷിണ മഹാസമുദ്രം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്റാർട്ടിക് സമുദ്രം എന്നുകൂടി പറയും. അന്റാർട്ടിക് സമുദ്രം. അപ്പോൾ നമ്മുടെ അന്റാർട്ടിക് സമുദ്രം. അപ്പോൾ ഇവിടെ എന്തായി? സതേൺ ഓഷൻ്റെ എസ് നമ്മളെടുത്തു. അപ്പോൾ ഇനി അടുത്ത ഏതാണ്? ആർട്ടിക് മഹാസമുദ്രം. അതിൻ്റെ എ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് സമുദ്രത്തെ എല്ലാം കൂടി ചേർത്ത് പൈസ എന്ന് പറയുന്ന ഒരൊറ്റ കോഡിലൂടെ പഠിക്കാം. പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, സതേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം, പിന്നെ ഏതാണ്? ആർട്ടിക് മഹാസമുദ്രം. ഇതാണ് നമ്മുടെ പൈസ എന്ന് പറയുന്ന കോഡ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ലോകത്തിലെ 5 മഹാസമുദ്രങ്ങളെ നമുക്ക് പഠിക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഉപഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഉപഭൂഖണ്ഡം എന്ന് നോക്കാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങളിലേതുപോലെ അല്ലെങ്കിൽ വൻകരകളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയും. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അപ്പം നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം, ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ആരാണ്? നമ്മുടെ പാമീർ പീഠഭൂമിയാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നമ്മളിവിടെ വിവരിച്ചത്. എന്താ പ്രത്യേകത? ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, അതുപോലെ മരുഭൂമി പ്രദേശങ്ങളുണ്ട്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, പിന്നെന്താണ്? ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്? ഹിമാലയ പർവ്വതം. കിഴക്കേ അതിർത്തിയിൽ എന്താണ്? അരക്കൻ പർവ്വതനിരകൾ. പടിഞ്ഞാറേ അതിർത്തി ഹിന്ദു കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി നമ്മൾ ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാവുന്നതുമായ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ എന്താണ്? ഹിമാലയ പർവ്വതം നമുക്കെല്ലാവർക്കും അറിയാം. കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളാണ്. കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ചോദിച്ചാൽ ഏതാണ്? അരക്കൻ പർവ്വതനിര. പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിരയാണ് ഹിന്ദു കുഷ് പർവ്വതനിരകൾ. പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വതനിരകളും, അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രവും ആണ്. ഇനി ഇവിടെ നോക്കിയേ, ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. അപ്പം നമ്മുടെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ്? പാമീർ പീഠഭൂമി ഏതൊക്കെ പർവ്വതങ്ങളുടെ സംഗമസ്ഥാനമെന്നാണ് പറയുന്നത്? ടിയാൻ ഷാൻ, കുൻലൂൺ, കാരക്കോറം, ഹിന്ദുക്കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമസ്ഥാനമാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പീഠഭൂമി.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. നൽകിയിട്ടുള്ള ഭൂപടത്തിൽ ചിത്രം 6.2 നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യ ഉണ്ട്, ബംഗ്ലാദേശ്. ഇനി നമ്മുടെ ഏതാണ് നമ്മുടെ ഭൂപടം നമുക്ക് നോക്കിയിട്ട് കണ്ടെത്താം. 6.2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം 6.2 ഇതാ ഇവിടെ കണ്ടു. ഏതാണ് 6.2? അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, പിന്നെ ഏതാ? നേപ്പാൾ, ഇന്ത്യ, ഭൂട്ടാൻ, പിന്നെ ഏതാണ്? ബംഗ്ലാദേശ്, പിന്നെയോ താഴേക്ക് വരുമ്പോൾ നമുക്ക് അതുകൂടി നോക്കാം. ശ്രീലങ്ക, മാലിദ്വീപ്, ഇത്രയും രാജ്യങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. 1, 2 ശ്രീലങ്ക, മാലിദ്വീപ്, ശ്രീലങ്ക, പിന്നെ ഏതാണ്? മൂന്നാമത്തേത് ഇന്ത്യ, 4 ബംഗ്ലാദേശ്, 5 ഭൂട്ടാൻ, 6 നേപ്പാൾ, അതുപോലെ 7 പാകിസ്ഥാൻ. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് എവിടെ ഉൾപ്പെടുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതി ചേർക്കണം എത്ര രാജ്യങ്ങളുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. മ്യാൻമാർ അല്ല, മാലിദ്വീപാണ്. മാലിദ്വീപ്, അതുപോലെ പാകിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളാണ്. മാലിദ്വീപില്ല, പാകിസ്ഥാൻ. മ്യാൻമാറാണ്. മ്യാൻമാർ, പാകിസ്ഥാൻ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നേപ്പാളുണ്ട്, ശ്രീലങ്കയുണ്ട്, ഭൂട്ടാനുണ്ട്, മാലിദ്വീപുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, ബംഗ്ലാദേശുണ്ട്. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് എവിടെ ഉൾപ്പെടുന്നത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ പറയുന്നത് പാകിസ്ഥാനിൽ ഹിന്ദുകുഷ് പർവ്വതനിര ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനിലാണെങ്കിൽ ഏത്? ഹിന്ദുകുഷ് പർവ്വതനിര. അപ്പോൾ പാകിസ്ഥാനിലുള്ള പർവ്വതനിരയാണ് ഹിന്ദുകുഷ് പർവ്വതനിര. അതുപോലെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭൂപടം 6.2 നമുക്ക് വീണ്ടും നോക്കാം. അതിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ ഏത് പർവ്വതനിര? ഹിന്ദുകുഷ് പർവ്വതനിര. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണ് എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം, ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇതിൻ്റെ വടക്ക് ഭാഗം നമ്മൾ ഇത്ര സ്ഥലം എടുക്കുകയാണ്. വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇവിടെ പറഞ്ഞു നമ്മുടെ പാകിസ്ഥാനിൽ ഏതാണ്? പാകിസ്ഥാനിൽ സുലൈമാൻ പർവ്വതനിരകൾ അല്ലെങ്കിൽ ഹിന്ദുകുഷ്, ഇത് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഏതാണ് വരുന്നത്? ഹിന്ദുകുഷ് പർവ്വതനിരകൾ. പാകിസ്ഥാൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഹിന്ദുകുഷ് പർവ്വതനിരകളുണ്ട്. പിന്നെ ഏതാണ് അടുത്ത് നമ്മുടെ വടക്ക് ഭാഗത്തായിട്ടുള്ളത്? ഏതൊക്കെയാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങളിലായിട്ട് ഏത് പർവ്വതനിര? ഇവിടെ തന്നിട്ടുണ്ട് ഹിമാലയ പർവ്വതനിര. ഈ കറുത്ത ലൈനിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? ഹിമാലയ പർവ്വതനിരകളാണ്. അപ്പോൾ ഈ ഹിമാലയ പർവ്വതനിര പോയിട്ടുള്ള ഭാഗങ്ങൾക്കാണ് ഈ ഒരു ബ്രൗൺ കളർ തന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഹിന്ദുകുഷ് പർവ്വതനിരകൾ. അപ്പോൾ അതുൾപ്പെടെ പിന്നെ ഏതാണ്?
അടുത്തിങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നു. ഇത് ഭാഗങ്ങളെല്ലാം ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ ഈ ഭാഗങ്ങളിൽ ഇന്ത്യയിലും നേപ്പാളിലും ഭൂട്ടാനിലും അതുപോലെ പാകിസ്ഥാനിലുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് പർവ്വതനിരകളുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത നിരയിലാണുള്ളത്. അപ്പോൾ ഈ പർവ്വത മേഖലയിലാണ് ഏതുള്ളത്? നമ്മുടെ ലോകത്തിലെ മിക്ക പർവ്വത നിരകളും ഉൾപ്പെടുന്നത്. അതായത് നമ്മൾ പാകിസ്ഥാൻ, അതുപോലെ നേപ്പാൾ, പിന്നെ ഏതാണ്? ഭൂട്ടാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. അപ്പോൾ ഹിമാലയം കഴിഞ്ഞു, ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് എന്താണ്? വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ വിശാലമായ സമതല പ്രദേശം, അതായത് നമ്മുടെ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള സമതല പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ തീരപ്രദേശങ്ങളൊക്കെ, തീരസമതലങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? രൂപപ്പെട്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഏത് സമതല പ്രദേശങ്ങളാണ്? നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതല പ്രദേശങ്ങൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നത് എന്താണ്? ഈ ഉത്തര മഹാസമതലങ്ങളാണ്. നമ്മൾ പറഞ്ഞ ഉത്തര മഹാസമതലമാണ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഇവിടെ നമ്മളിത് നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അടുത്തെന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങൾ നമ്മൾ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായിട്ട്, അതാകുമ്പോൾ ഇങ്ങനെ ഹിമാലയത്തിന് തെക്ക് ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഈ ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ എന്ത് കാണപ്പെടുന്നത്? ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്തൊക്കെയാണ്? അവിടെ എന്തൊക്കെയുണ്ട്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാലുള്ള ജലസമൃദ്ധം, നദികളാൽ ജലസമൃദ്ധമാണ് ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ജനനിബിഡമാണ്, അവിടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർത്ത് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നു. ഇനി നിരപ്പാർന്ന ഭൂപ്രദേശം, അപ്പോൾ നല്ല നിരപ്പാർന്ന ഭൂപ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, നിരപ്പാർന്ന പ്രദേശമാണ്, നദികളാൽ ജലസമൃദ്ധമാണ്, ജനനിബിഡമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളെന്ന് പറയുന്നത്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗം പീഠഭൂമിയാണ്. ഇനി ഉത്തര മഹാസമതലം കഴിഞ്ഞാൽ അതിനും തെക്ക് ഭാഗം എന്താണ്? പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. അപ്പോൾ ഉത്തര മഹാസമതലത്തിന് തെക്ക് ഭാഗമാണ് എന്ത്? നമ്മുടെ പീഠഭൂമി എന്ന് പറയുന്നത്, ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും എത്ര മുതൽ? 150 മുതൽ 900 മീറ്റർ വരെ എന്തുണ്ട്? ഉയരമുള്ളതായി കണക്കാക്കുന്നു. ആർക്കാണ്? നമ്മുടെ പീഠഭൂമികൾക്ക്. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ഉത്തര സമതലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും 150 മുതൽ എത്ര വരെയാ? 900 മീറ്റർ വരെ ഉയരമുണ്ട്. ഇതിൻ്റെ ഏതാണ് ആകൃതി? ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂഭാഗമാണ്. ഇതേ ആകൃതി, ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് ഈ ഭൂവിഭാഗത്തിൻ്റെ പേര്.
അടുത്ത നമ്മൾ പറയുന്നത് ഭൂപടത്തിൻ്റെ സഹായത്തോടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം കണ്ടെത്താനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ തന്നിട്ടുണ്ട്, സൂചിക നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം അപ്പോൾ നമുക്ക് നോക്കാം. ഈ കോളത്തിൽ ഇതേ കളറിൽ കാണിച്ചിരിക്കുന്ന, ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം ഉൾപ്പെടുന്നത് എന്താണ്? ഈ ഭാഗം പോയിരിക്കുന്ന ഈ ഭാഗം ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗങ്ങൾ, അപ്പോൾ ഇതിങ്ങനെ പോകുന്നതൊക്കെ എന്താണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. അപ്പം നോക്കിയേ, ഏത് ഭാഗത്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം ഇതാണ്, പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗമാണ്. അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തും ഈ വടക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? നമ്മളീ കാണുന്ന ഥാർ മരുഭൂമി. ഇതാണ് ഥാർ മരുഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി വ്യാപിച്ച് കിടക്കുന്നത് ഏതാണ്? അതാണ് വരണ്ട പ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ സ്ഥാനം നമ്മൾ കണ്ടെത്തി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി വ്യാപിച്ച് കിടക്കുന്ന വരണ്ട പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്തെ കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അപ്പോൾ എന്താണ് ഈ നമുക്കറിയാം മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? വളരെ വിരളമായി മാത്രമേ അവിടെ മഴ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എന്താണ്? കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിത്രം 6.3 ഇവിടെ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ചിത്രം 6.3 നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. ഇതാണ് ഏത്? ഈ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്താണ്? തീരപ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തീരപ്രദേശങ്ങളാണ്. ഇനി ഈ തീരപ്രദേശത്തിന് പ്രത്യേകത എന്താണ്? ഇവിടെ എന്തൊക്കെയാണ്? മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ദ്വീപ് രാഷ്ട്രങ്ങൾ, ദ്വീപ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, അതുപോലെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തുടങ്ങിയ ദ്വീപ സമൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഈ പറഞ്ഞ മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ദ്വീപരാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ പറയുന്നത് നൽകിയിട്ടുള്ള ചിത്രങ്ങൾ 6, 4, 6, 5 താരതമ്യം ചെയ്ത് അവ ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലെ ജനജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ 6, 4, 6, 5 2 ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ഇതാണ് 6, 4, ഇത് 6, 5, ഇത് 6, 4. അപ്പോൾ ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലായിരിക്കും? ഇത് ഉപദ്വീപീയ, നമ്മുടെ ഉപദ്വീപീയ എന്താണ് അതല്ല എന്താണ് ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മരുഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കള്ളിമുൾച്ചെടി, അതുപോലെ തന്നെ എന്താണ് കുറ്റിച്ചെടികൾ ഒക്കെ മാത്രമുള്ള ഒരു പ്രദേശം. അത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഈ ഭാഗം. അപ്പോൾ അത് നമ്മുടെ മരുഭൂമിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? തീരപ്രദേശത്ത് കാണപ്പെടുന്നതാണ്. തീരപ്രദേശത്താണല്ലോ എന്ത് ഉള്ളത്? നമ്മുടെ കടലൊക്കെ ഉള്ളത്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളുണ്ട്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയാണ്? മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപം കൊണ്ടത്. അപ്പോൾ മൗസിം എന്ന് പറയുന്ന അറബ് പദം, ആ അറബ് പദത്തിന് അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ് മൗസിം എന്ന് പറയുന്ന അറബ് പദത്തിന് അർത്ഥം. ഈ മൗസിം എന്ന പദത്തിൽ നിന്നാണ് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൺസൂൺ എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഏത് കാറ്റുകളാണ്? മൺസൂൺ കാറ്റുകളാണ്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പോൾ ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത്. അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ ആരുടെ കൃതികളിലാണ്? അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു അഡീഷണൽ റീഡിങ് തന്നിട്ടുണ്ട്. എന്താണ്? സൂര്യൻ്റെ അയനത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ്റെ അയനം എന്താണെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി വടക്കാണ് നമ്മൾ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ദക്ഷിണായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി തെക്ക്. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമെന്ന് പറയുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് അയനം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ അയനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്യുന്നു? 23.5 ഡിഗ്രി നോർത്തിനും, അതായത് വടക്കിനും 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിന് കാരണം. സൂര്യൻ ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഇനി നോക്കിയേ, സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത്, അതായത് ഉത്തരായന കാലം എന്ന് പറഞ്ഞാൽ സൂര്യൻ എവിടെ ആയിരിക്കുമ്പം? ഉത്തരായന രേഖയിലായിരിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ മെയ് ജൂൺ മാസത്തിലെ മഴയ്ക്ക് കാരണം എന്താണ്? നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റുകളുടെ എന്താണ്? സാമീപ്യമാണ്. ഇനി ദക്ഷിണായന സമയത്ത്
അപ്പോൾ ഇത് ഉത്തരായന സമയത്തുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എന്ത് ചെയ്യുന്നു? ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പം ഈ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് എങ്ങോട്ട് പോകും? മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ, അപ്പോൾ ദക്ഷിണായന സമയത്ത് എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? സമുദ്ര ഉപരിതലത്തിലെ വായു ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ ഉത്തരായന കാലത്ത് എന്ന് പറയുമ്പം എന്താണ്? തിരിച്ചാണ്. അപ്പോൾ അത് രണ്ടും നേരെ ഓപ്പോസിറ്റാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ദക്ഷിണായന സമയത്ത് എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരും. ഇനി നേരത്തെ നമ്മൾ ഉത്തരായന സമയത്താണെങ്കിൽ എന്താണ്? കരഭാഗത്തെ വായു ചൂട് പിടിച്ചുയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദക്ഷിണായന സമയത്ത് എന്ത് ചെയ്യുന്നു? സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഏതാണ്? നമ്മുടെ അതായത് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് എന്താണ്? അവിടെ വളരെ കുറഞ്ഞ അളവിലുള്ള കാറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകൾ എങ്ങനെയാണ്? വരണ്ട കാറ്റായിരിക്കും. അപ്പോൾ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. പക്ഷേ നമ്മുടെ തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ നമ്മൾ പറഞ്ഞു പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ എന്ത് ചെയ്യുന്നു? ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് ഇത് കാരണമാകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ എന്തൊക്കെയാണ് ആ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ് എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ് എന്നിവ എന്തിനെ സ്വാധീനിക്കുന്നു? നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. പ്രധാന അക്ഷാംശരേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും എന്താണ്? വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് വടക്കാണെങ്കിൽ എന്താണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗത്താണെങ്കിൽ ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. അപ്പോൾ ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം എങ്ങനെയാണ്? മിതമായ കാലാവസ്ഥയായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ ഉഷ്ണമേഖലയിലാണെങ്കിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും മിതമായ രീതിയിലായിരിക്കും താപനില. എന്നാൽ മിതോഷ്ണ മേഖലയിൽ എങ്ങനെയാണ്? ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനിലയിലെ അന്തരം കൂടുതലായിരിക്കും. മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ മൂന്നാറിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ലെറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം.
പ്രിയപ്പെട്ട അനുജത്തി, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പകൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ഞാൻ കമ്പിളി വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. തണുപ്പ് വളരെ കൂടുതലായതിനാൽ രാത്രിയിൽ 2 പുതപ്പ് പുതയ്ക്കേണ്ട അവസ്ഥയാണ്. വീട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ പോലും ഫാൻ ഉപയോഗിച്ചിരുന്ന എനിക്ക് ഇത് ആശ്ചര്യമാണ്. പച്ചവെള്ളത്തിൽ കുളിച്ചിരുന്ന എനിക്കിപ്പോൾ അത് ഓർക്കുവാൻ കൂടി സാധിക്കുന്നില്ല. അവധിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആപ്പിളും സ്ട്രോബെറിയും കൊണ്ടുവരാം. നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ അവ വളരുകയില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് 2 സ്ഥലങ്ങളിലെ കാലാവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ അധ്യായത്തിൽ ക്രമമായ താപനഷ്ട നിരക്കിനെക്കുറിച്ച് പഠിച്ചത് ഓർക്കുമല്ലോ. അപ്പോൾ നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് പഠിച്ചായിരുന്നു അല്ലേ? ഏതിലാ? അന്തരീക്ഷ ഘടന പഠിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ എന്ത് പഠിച്ചു? ക്രമമായ താപനഷ്ട നിരക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്താണ്? ഭൂപ്രകൃതിയാണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യും? മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? അപ്പം നമുക്ക് മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ എന്താണ്? മഴ കുറവാണ്. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ കാറ്റ് എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ കുറയും. അപ്പോൾ മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് മഴനിഴൽ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇവിടെ ഒരു പർവ്വതമാണ്, ഇതൊരു പർവ്വതമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് നോക്കിയേ, ഈ പർവ്വതത്തിൻ്റെ ഈ ഭാഗം കണ്ടോ? ഇവിടെ എന്താണ്? ഈർപ്പം തണുത്ത് മേഘമായി മാറുന്നു. ഇവിടെ എന്താണ്? കാറ്റിന് അഭിമുഖമായ പ്രദേശമാണിത്. ഇവിടെ നല്ലതായിട്ട് എന്ത് ചെയ്യും? കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെ മേഘങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അടിഞ്ഞുകൂടി ഈർപ്പമെല്ലാം തണുത്ത് ഉറഞ്ഞ് മേഘമായി മാറും. ഇനി ഇതെന്ന് പറയുന്ന മഴനിഴൽ പ്രദേശമാണ്. ഇവിടെ കാറ്റില്ല, ഈർപ്പരഹിതം വരണ്ട പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? അവിടെ മഴ ലഭിക്കത്തില്ല, അവിടെ മേഘമുണ്ടാകുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ മഴനിഴൽ പ്രദേശങ്ങളിൽ എന്താണ്? ഒരു പർവ്വതത്തിൻ്റെ ഒരു സൈഡിൽ, കാറ്റിന് അഭിമുഖമായ സൈഡിൽ മഴ പെയ്യുമ്പോൾ മറു സൈഡിൽ എന്ത് ചെയ്യുന്നില്ല? മഴ പെയ്യാത്തതിന് കാരണം ഇതാണ്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. ഇപ്പോൾ മരുഭൂമി, നമ്മുടെ രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം എന്താണ്? മരുഭൂമിയാണ്. അതിന് കാരണം എന്താണ്? അവിടെ കാറ്റിന് അഭിമുഖമായ പ്രദേശമല്ല. അവിടെ എന്താണ്? കാറ്റ് വീശുന്ന ഇടങ്ങളിൽ മഴ പെയ്യുന്ന കാറ്റ് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് മലനിരകളുടെ ഒരു സൈഡിൽ എന്താണ്? മഴനിഴൽ പ്രദേശമായിട്ട് മാറും. ഇനി നമ്മൾ പറയുന്നത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ് പ്രത്യേകത? അവിടെ ആർദ്ര കാലാവസ്ഥയാണ്. ഇനി സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ്? വരണ്ട കാലാവസ്ഥ. അതെന്തുകൊണ്ടാണ്? സമുദ്ര സാമീപ്യം നമ്മുടെ ഓരോ പ്രദേശത്തിലും, സമുദ്രത്തിൻ്റെ തീരത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ്? അവിടെ നല്ല ഈർപ്പമാണ്, ആർദ്രമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. എന്നാൽ സമുദ്രമൊന്നും ഇല്ലാതെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എന്താണ്? വരണ്ട കാലാവസ്ഥയാണ്. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ എന്താണ്? കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും എന്തിനെ സ്വാധീനിക്കുന്നു? കാലാവസ്ഥയെ
സ്വാധീനിക്കുന്നു. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കറിയാം എന്താണ് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന പ്രാദേശിക വ്യത്യാസങ്ങൾ എന്താണ് ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ ഉറപ്പായും സൃഷ്ടിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? അപ്പോൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമുള്ള ആളുകളുടെ ഭക്ഷണ രീതി ഒരുപോലെ അല്ല. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അതും അല്ല. കാരണം കാശ്മീരിൽ നല്ല തണുപ്പാണ്, അവിടെ കമ്പിളി പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ആളുകൾ താമസിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ എന്താണ് അധികം മഴ ലഭിക്കാറില്ല, അതുകൊണ്ട് തന്നെ വരണ്ട ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തെയും കാലാവസ്ഥ വ്യത്യസ്തമാണ്, വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്. പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലത്തിലും മുഖ്യമായി കൃഷി ചെയ്യുന്നത്? അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലത്തിലും മുഖ്യമായി കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും അല്ല എന്ന് നമുക്ക് പറയാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് തിരിച്ചറിയുക. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഇതിൽ നമുക്കറിയാം ഏതാണ്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഉയരമേറിയ പ്രദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് എന്തായിരിക്കും? ഏലമായിരിക്കും. ഇനി ഉത്തര സമതലമാണെങ്കിൽ സമതല പ്രദേശത്ത് കൃഷി ചെയ്യുന്നത് എന്താണ്? അത് നെല്ലാണ് എന്ന് നമുക്കറിയാം. നെല്ല്, ഗോതമ്പ് മുതലായവയാണ് കൃഷി ചെയ്യുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി മുകളിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള കുറച്ച് വർക്കുകളാണ്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്താണ്? ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളിലും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താണ്? ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വ്യാപകമായി കൃഷി നടക്കുന്നു. ജലദൗർലഭ്യത്താൽ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യാൻ കഴിയാതെ വരുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മഴയത്ത് കൃഷി ചെയ്യുന്ന വിളകളും അതുപോലെ മഴയില്ലാത്തപ്പോൾ കൃഷി ചെയ്യുന്ന വിളകളും അങ്ങനെ കൃഷിയുടെ മഴയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും എന്ത് ചെയ്തിരിക്കുന്നു? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, ഉയർന്ന മഴയാണെങ്കിൽ അവിടെ എന്ത് കൃഷി ചെയ്യുന്നു? നെല്ല് കൃഷി ചെയ്യുന്നു. മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. അപ്പോൾ ഉയർന്ന കൃഷിയുള്ള സ്ഥലം, മഴയുള്ള സ്ഥലങ്ങളിൽ നെൽകൃഷി. ഇനി മിതമായ മഴയാണെങ്കിൽ അവിടെ എന്ത് കൃഷി ചെയ്യാം? ഗോതമ്പ് കൃഷി ചെയ്യാം. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? പയർവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു. അപ്പം മഴ തീരെ കുറവുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ പയർവർഗ്ഗങ്ങളും പിന്നെ അതുപോലെ പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വിളകളും തന്നിട്ടുണ്ട്. അതൊക്കെ ഏത് മാസങ്ങളിലാണ്, അതിലെ ജലത്തിൻ്റെ അളവ്, അത് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവ നമുക്കൊന്ന് നോക്കാം. വിളകൾ നെല്ല്. അപ്പം നെല്ല് പറഞ്ഞിട്ടുണ്ട്. നെല്ല് ജലത്തിൻ്റെ ആവശ്യകത എങ്ങനെയാണ്? നെൽകൃഷിക്ക് ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്ന മാസം ഏതാണ്? ജൂൺ മാസങ്ങളിൽ. നമുക്കറിയാം മെയ് ലാസ്റ്റ്, ജൂൺ മുതലാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് ജലത്തിൻ്റെ ആവശ്യകത ധാരാളം വേണം. അതുപോലെ വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മാസത്തിലാണ്. വിളവെടുക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ മാസത്തിലാണ്. ഇനി ഗോതമ്പ് എങ്ങനെയാണ്? ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ധാരാളം വേണ്ട, പക്ഷെ മിതമായ രീതിയിൽ എന്താവശ്യമാണ്? ഗോതമ്പിന് ജലം ആവശ്യമാണ്. ഇനി ഗോതമ്പ് കൃഷി ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുന്നത് ഏത് മാസം? ഒക്ടോബർ മാസത്തിലാണ് വിത്ത് വിതയ്ക്കുന്നത്. ആ സമയത്ത് അധികം മഴ ഉണ്ടായിരിക്കില്ല. അപ്പോൾ മിതമായ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒക്ടോബറിലാണ് വിത്ത് വിതയ്ക്കുന്നത്.
ഇനി വിളവെടുക്കുന്നത് ഏത് മാസമാണ്? മാർച്ച് മാസത്തിലാണ് ഗോതമ്പിൻ്റെ വിളവെടുക്കുന്നത്. നല്ല മാർച്ച് മാസമാകുമ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഗോതമ്പിൻ്റെ വിളവെടുക്കുന്നത്. ഇനി തണ്ണിമത്തൻ നോക്കാം. വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. അപ്പോൾ തണ്ണിമത്തന് ജലസേചന സൗകര്യം ആവശ്യമാണ്. പക്ഷെ വിരളമായ മഴ ലഭിച്ചാൽ അവിടെ എന്ത് വേണം? ജലസേചന സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇനി വിത്ത് വിതയ്ക്കുന്നത് ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസത്തിലാണ് തണ്ണിമത്തന് വിത്ത് വിതയ്ക്കുന്നത്. വിളവെടുക്കുന്ന മാസം ഏതാണ്? തണ്ണിമത്തൻ വിളവെടുക്കുന്നത് ജൂൺ മാസത്തിലാണ് തണ്ണിമത്തൻ വിളവെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഓരോ വിളകളും അതിൻ്റെ ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ആ ടേബിൾ അനുസരിച്ച് പഠിച്ചു വെക്കുക. ഇതൊക്കെ PSC ചോദിക്കാവുന്നതാണ്. വിളവെടുക്കുന്ന മാസം ഏതെന്ന് ചോദിക്കാം. ഇനി ഓരോ വിത്തിനങ്ങളും വിത്ത് വിതയ്ക്കുന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിക്കാം. അപ്പോൾ തണ്ണിമത്തനാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അത് നല്ല ചൂട് സമയത്താണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിക്കും. അതുപോലെ വിളവെടുക്കുന്നത് എപ്പോഴാണ്? നല്ല തണുത്ത തണ്ണിമത്തൻ നല്ല മഴയൊക്കെ പെയ്ത് തണുത്ത കാലാവസ്ഥയിലാണ്, ജൂണിലാണ് വിളവെടുക്കുന്നത്. ഇനി ഗോതമ്പാണെങ്കിലോ മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ വിത്ത് ഇറക്കും. പിന്നെ മാർച്ച് മാസത്തിൽ അതിൻ്റെ വിളവെടുക്കും. നെല്ലാണെങ്കിലോ ജൂൺ മാസത്തിൽ വിത്ത് വിതയ്ക്കും. അതുപോലെ സെപ്റ്റംബറിൽ വിളവെടുക്കും. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനുമുള്ള കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എത്ര കാലങ്ങളുണ്ട്? കാർഷിക കാലങ്ങളുണ്ട്. 3 കാർഷിക കാലങ്ങളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അതിലൊന്നാമത്തേതാണ് ഖാരിഫ്, രണ്ടാമത്തേത് റാബി, 3 സയ്യിദ്. അപ്പോൾ ഖാരിഫ് വിളകളുണ്ട്, റാബി വിളകളുണ്ട്, സയ്യിദ് വിളകളുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, അതുപോലെ ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പം എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ആ കാലത്ത് അതിന് ഏത് കാലമാണ്? അതിലേത് കൃഷിയാണ്? ഖാരിഫ് കാലമാണ്. ഖാരിഫ് വിളകളാണ് കൃഷി ചെയ്യുന്നത്. ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ എന്താണ്? ഖാരിഫ് വിളകളാണ്. അപ്പോൾ ഖാരിഫ് വിളകൾക്ക് നമ്മൾ ചെറിയ കോഡുകളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്? പനിച്ച എനക്ക് ചോറും ബജിയും അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അതുപോലെ പിന്നെന്താണ്? ചോക്കനി, പച്ച നെല്ല്. അപ്പോൾ ഇതും നമ്മുടെ ഖാരിഫ് വിളകൾക്ക് എന്താണ്? ഉദാഹരണം പറയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര മുതലായവ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഇനി ഇവിടെ ഈ ചോക്കനി, പച്ച നെല്ല്, ഇതിൽ നിന്ന് ചോക്കനി, പച്ച നെല്ല്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം? ചോളമുണ്ട്, ചോളവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ചോളം വരുന്നുണ്ട്. അതുപോലെ കടുക് വരുന്നുണ്ട്. പിന്നെന്താണ്? നിലക്കടല വരുന്നുണ്ട്. പിന്നെയോ നമ്മുടെ പരുത്തി വരുന്നുണ്ട്, ചണം വരുന്നുണ്ട്, പിന്നെയോ നെല്ല് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബജ്റ, റാഗി അങ്ങനെയൊക്കെയുള്ള ഇതും വരുന്നുണ്ട്. തുവര, അരിച്ചോളം ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ ഈ ഖാരിഫ് വിളകളിൽ
വരുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം എന്ന് പറയുന്നത് ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഇവിടെ കടലയാണ് വരുന്നത്, ഇവിടെ കടുകാണ് വരുന്നത്. ഇപ്പോൾ ചോകനി, പച്ചനെല്ല് എന്ന് പറഞ്ഞതിൽ നമ്മൾ എന്താണ് ഇവിടെ ചോളം, കടലയാണ്, ഇവിടെ കടലയാണ് വരുന്നത്, ഇവിടെയും നിലക്കടല. ഇതെങ്ങനെയാണ് വരുന്നത്? ചോകനി, പച്ചനെല്ല്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? ഗോപപാലിക, ഉരുളം എന്നതാണ് നമ്മുടെ ഏത് വിളകളെന്ന് പറയുന്നത്? റാബി വിളകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോപപാലിക, ഉരുളം, ഗോപപാലിക. ഉരുളം അതിൽ ഗോതമ്പ് പറയാൻ പറ്റും, അതുപോലെ പയർവർഗ്ഗങ്ങൾ, പിന്നെന്താണ് ഗോപബാലിക, അതിൽ ബാർലി വരുന്നുണ്ട്, കടുക് വരുന്നുണ്ട്. കടുക് ഒക്കെ ഇതിലാണ് വരുന്നത്, റാബി വിളകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. അപ്പോൾ റാബി വിള എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെയാണ്? ഗോതമ്പ് വരും, ബാർലി വരും, കടുക് വരും, പയർവർഗ്ഗങ്ങൾ ഒക്കെ വരും. പിന്നെ അതുപോലെ പുകയില ഒക്കെ ഇതിലാണ് വരുന്നത്, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുകയിലയും ഒരു റാബി വിളയാണ്. അതുപോലെ ഉരുളക്കിഴങ്ങുമുണ്ട്, ഉരുളക്കിഴങ്ങും ഇതിൽ വരുന്നതാണ്. ഗോപബാലിക ഉരുളുമെന്നോ ഗോപബാലിക പുക വലിക്കുമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിലൂടെ ഇതൊക്കെ പറയാം. എന്താണ്? ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടല, ബാർലി, അതുപോലെ ഏതാണ് പുകയില ഒക്കെ ഇതിൽ വരുന്നതാണ്. ഉരുളക്കിഴങ്ങും ഉൾപ്പെടും. ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റാബി കാലം കഴിഞ്ഞ് അടുത്തതാണ് സൈദ് വിളകൾ. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സൈദ് വിളകളിൽ വരുന്നത്? ഏതൊക്കെയാണ്? തണ്ണിമത്തൻ വരുന്നുണ്ട്, പഴങ്ങളും പച്ചക്കറികളും, തണ്ണിമത്തൻ, പച്ചക്കറികൾ, വെള്ളരി, കാലിത്തീറ്റ വിളകൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലിത്തീറ്റ വിളകളും ഏത് സമയത്ത് കൃഷി ചെയ്യുന്നുണ്ട്? സൈദ് വിളകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? തണ്ണിമത്തൻ വരുന്നുണ്ട്, വെള്ളരി വരുന്നുണ്ട്, പച്ചക്കറികൾ വരുന്നുണ്ട്, അതുപോലെ ഏതാണ് കാലിത്തീറ്റ വിളകൾ വരുന്നുണ്ട്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒക്കെ സൈദ് വിള എന്ന് പറയുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ സൈദ് വിളകളാണ്. പക്ഷേ ഇതിൽ ഏതുകൂടി ഉൾപ്പെടുത്തുക? കാലിത്തീറ്റ വിളകളും ഏതാണ്? സൈദ് വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രാദേശിക വ്യതിയാനങ്ങൾ എന്താണ്? ഈ 3 കാലാവസ്ഥയിലും 3 കാർഷിക കാലങ്ങളിലും പ്രകടമാകുന്നുണ്ട്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളെ എങ്ങനെയെല്ലാം തരിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ നമ്മൾ തരംതിരിച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷ്യവിളകൾ ഒന്നാമത്തേത് എന്താണ്? ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒന്നാമത്തെ വിളകളാണ് ഭക്ഷ്യവിളകൾ. അതിൽ ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയർവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷ്യവിളകളെ നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട്? 2ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവിടെ പയർവർഗ്ഗങ്ങൾ, അതുപോലെ എന്താണ് ധാന്യങ്ങൾ. അപ്പോൾ ധാന്യങ്ങളെന്നും പയർവർഗ്ഗങ്ങളെന്നും ഭക്ഷ്യവിളകളെ നമ്മൾ 2ആയി തരംതിരിച്ചു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ധാന്യങ്ങളിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി. ഈ ബജ്റയും ചോളവും റാഗിയും നല്ല പരുക്കൻ എന്താണ് ധാന്യങ്ങളാണ്. ഇനി മൃദുധാന്യങ്ങൾ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ് എന്താണ്? മൃദുധാന്യങ്ങളാണ്. ഇനി പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയർവർഗ്ഗങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയർവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പയറും തുവരയുമാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയർവർഗ്ഗങ്ങൾ. അപ്പോൾ ഇതിൽ പയർ എന്ന് പറയുന്നത് ഒരു എന്താണ്
റാബി വിളയാണ്. തുവര എന്ന് പറയുന്നത് എന്താണ്? ഇത് ഖാരിഫ് വിളയാണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക, അത് പഠിച്ചു പോവുക. അടുത്ത് നമ്മൾ പറയുന്നത് നാണ്യവിളകളാണ്. നാണ്യവിളകളുടെ പ്രത്യേകത എന്താണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളിൽ എന്തൊക്കെയുണ്ട്? കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പം നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താം? കരിമ്പ് നാണ്യവിളയാണ്. പുകയില ഒരു നാണ്യവിളയാണ്. പരുത്തി ഒരു നാണ്യവിള. ചണം ഒരു നാണ്യവിളയാണ്. അതുപോലെ എണ്ണക്കുരുക്കളും എന്താണ്? നാണ്യവിളകളിൽ ഉൾപ്പെടുന്നു. ഇനി നാരുവിളകളുണ്ട്. നാരുവിളകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. അപ്പം നാരുവിളകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട നാരുവിളകൾ, ഇന്ത്യയിലെ പ്രധാന നാരുവിളകളാണ് പരുത്തിയും ചണവും. ഇത് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്? തുണിത്തരങ്ങൾ, പരുത്തിയാണെങ്കിൽ തുണിത്തരങ്ങൾ ഉപയോഗിക്കാൻ, അതുപോലെ ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് നമ്മൾ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എണ്ണക്കുരുക്കളാണ്. എണ്ണക്കുരുക്കൾ എന്തിനൊക്കെയാണ്? എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കുരുക്കൾ എങ്ങനെയാണ്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എണ്ണക്കുരുക്കൾ. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് നിലക്കടല എണ്ണ, കടുകെണ്ണ, സോയാബീൻ എണ്ണ, അതുപോലെ സൂര്യകാന്തി എണ്ണ, ഇതൊക്കെ എണ്ണക്കുരുക്കളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവ കൃഷി ചെയ്യുന്നത്. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണക്കുരുക്കൾ, നാണ്യവിളകൾ, നാരുവിളകൾ, ഭക്ഷ്യവിളകൾ എന്നിവയ്ക്ക് പുറമെ എന്തൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവയും മറ്റ് വിളകൾ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, ഇതൊക്കെ എന്താണ്? തോട്ടവിളകളാണ്. വിവിധ തരം വിളകളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇവയെല്ലാം കൃഷി ചെയ്യുന്നത് ഒരേ രീതിയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം ഭൂഘടനയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും കാലാവസ്ഥ, അതുപോലെ ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ എന്താണ്? വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രാകൃത ഉപജീവന കൃഷി, അതുപോലെ തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യകൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കൃഷി രീതികൾ നമ്മൾ പറഞ്ഞത്? ഏതാണ്? പ്രാകൃത ഉപജീവന കൃഷി, പ്രാകൃത തരത്തിലുള്ള ഉപജീവന കൃഷിയുണ്ട്, തീവ്ര ഉപജീവന കൃഷിയുണ്ട്, മിശ്ര കൃഷിയുണ്ട്, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷിയുണ്ട്, ക്ഷീരകൃഷിയുണ്ട്, തോട്ടവിള കൃഷിയുണ്ട്, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ എന്തൊക്കെയാണെന്ന് ഇനി അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രൂപരേഖ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാൻ അത് പ്രചോദനമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു യജ്ഞം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.